എന്റെ അച്ഛന്റെ പെങ്ങളായി പോയി. അതുകൊണ്ട് ഞാൻ നിന്റെ അച്ഛൻ എന്റെ മുമ്പ് ഇങ്ങനെ ആടത്തില്ലായിരുന്നു. അച്ഛനൊക്കെ എന്റെ ദൈവമേ, ഇവര് നിങ്ങൾ എന്റെ അച്ഛന്റെ പെങ്ങളായിട്ട് ജനിക്കണ്ടായിരുന്നു. എന്താ മര്യാദക്ക് വേലി പൊളിച്ചു മാറ്റി? വേലി പൊളിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേലി തൊട്ട് കഴിഞ്ഞാൽ നിന്റെ മുട്ടാലി ഞാൻ തല്ലി ഓടിച്ചാൽ തുടരുതും തുടരുതും വേലി തുടരുതും. എന്താടാ അപ്പച്ചി വിടാനാ പറഞ്ഞു. നീ അത് വിടാ. എന്റെ കൈക്കോട്ടൊന്ന് വിടാനാ പറഞ്ഞു. വിടാനാ പറഞ്ഞത്. വീട്ടിൽ ഞാൻ അറിയാതെ കല്യാണം നടക്കുന്നുണ്ട്. ആർച്ച് കെട്ടി വെച്ചേക്കുന്നു. അപ്പച്ചി വിടാനാ പറഞ്ഞു. കോട്ടന്ന് വിടാനാ പറഞ്ഞു. നീ മേടിക്കുവേ. മത്തിയാടി കിട്ടിയത്. എന്തുവാ മത്തിയാ കിട്ടിയത്? അയിലയില്ല. ഒരു മിനിറ്റ്. എപ്പ ഏത് കാലത്ത് എഴുന്നേൽപ്പിച്ച് വിട്ടാലും ഇങ്ങനെ മത്തി മാത്രമേ കിട്ടത്തുള്ളൂ. എനിക്ക് വയ്യ മത്തി തിന്ന് ഞാൻ മടുത്ത്. ഞാൻ മര്യാദക്ക് തേച്ച് വെട്ടിക്കരിക്കും ഉണ്ടാക്കാം. ഞാൻ ചെറുക്കനോട്ട് വഴക്കുണ്ടാക്കട്ടെ. എന്റെ പ്രോപ്പർട്ടി വിടാനാ പറഞ്ഞു. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാ എന്റെ സ്വന്തം സാധനം. ഇതോ എന്റെ സ്വന്തം തേഞ്ഞത് നല്ല ഒന്നാമത് ഒരു പിച്ചാത്തി വേലി തൊടാ കിട്ടും. മനസ്സിലേ ചെറുക്കനെ ഒന്ന് വെട്ടിയിടട്ടെന്ന്. ഇത് മീൻ ഞാനൊന്ന് വെട്ടിട്ട് തരാമെന്ന്. രണ്ട് കഷ്ണമാക്കിട്ട് ഇപ്പൊ ഇങ്ങനെ തന്നേക്കാം. നീ കിടന്ന് ധൃതി വെക്കാതെ. ഞാൻ ഈ മീൻ വെട്ടി കഴിയുമ്പോ അവള് തിന്നെ വെട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയത്തിന് വെട്ടുള്ളതായിരിക്കും. ഞാൻ വെട്ടുന്ന വെട്ട എനിക്ക് വേലി വിളിക്കാനുള്ളതാണ്. അങ്ങോട്ട് പെട്ടെന്ന് നീ തന്നേക്കണേ. നീ കിടന്ന് തുള്ളു വന്നു വേണ്ട. നീ ഈ ചാടി എഴുന്നള്ളി എന്റെ മുമ്പിൽ വന്നതേ ആര് പറഞ്ഞിട്ടാന്ന് എനിക്കറിയാം. ആര് പറഞ്ഞിട്ടാ? നിന്റെ അച്ഛൻ, അതായത് എന്റെ അമ്മച്ചി പറഞ്ഞിട്ടാ. അമ്മച്ചി അതായത് എന്റെ നാത്തൂന്. അവളെ എന്റെ കൈ കിട്ടിയാൽ കറി വെക്കാനാണേ ഞങ്ങളുടെ അമ്മച്ചിയോ? അതല്ല ഞാൻ ഈ മീൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ അത് കറി പറഞ്ഞില്ല. ഈ മീനും ചട്ടി ഉൾപ്പെടെ ഞാൻ റോഡിലറിയും. പിന്നെ കൗണ്ടർ പറയാൻ പോയിട്ട് മിണ്ടാൻ പോലും നിങ്ങൾക്ക് വാ തുറക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്റെ കോമ്പിനേഷൻ ഇത് വെച്ച് ഞാൻ കളിക്കും. അപ്പച്ചി ഞാൻ മര്യാദയ്ക്ക് വേലി പൊളിച്ചു മാറ്റുന്നുണ്ടോ? വേലി ഞാൻ പൊളിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. വേലി ഞാൻ പൊളിക്കത്തില്ല. നീ എന്റെ അനന്തരം വന്ന് ഞാൻ നോക്കത്തില്ല. ഞാൻ പറഞ്ഞേക്കാം. നിങ്ങള് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ലെവലേശം പുളിയുണ്ടോ ഈ കറി വെക്കാനൊക്കെ? നിങ്ങൾ എന്റെ സപ്പോർട്ടാണ്. അത് നിങ്ങൾ അനന്തരം സപ്പോർട്ടാണ്. എനിക്ക് അറിയണത് മീനകത്ത് വെക്കാൻ പുളിയുണ്ടോന്ന്. പുളിയില്ലാതെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അയ്യോ അപ്പച്ചി എന്തൊരു വർത്തമാനം പറയാ? പുളിയില്ലാതെ മീൻ വെച്ച ഒരു കാശിനും കൊള്ളത്തില്ല. എന്തോ വിലയാണോ പുളിക്കൊക്കെ? എത്രയെന്ന് പറഞ്ഞാ പച്ചവെള്ളത്തിൽ കഴിയും കറിക്കകത്ത് ഇടുന്നത്. അമ്മ ശരിയാ, പുളിയില്ലല്ലേ? നല്ല മൂവാണ്ടം മാങ്ങ കിട്ടുവാന്നുണ്ടെങ്കിൽ കഷ്ണിച്ച് ഇട്ടാൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ എവിടെ ഇരിക്കുന്ന മൂവാണ്ടനെ? ജോസഫ് സാറിന്റെ മാവൻ നിപ്പുണ്ടല്ലോ, ആകാശം മുട്ട കളർ നിപ്പുണ്ട്, മാങ്ങ നിപ്പുണ്ട്. എങ്ങനെ കിട്ടാനാടാ? അമ്മാവനോട് പറയാൻ പറ. അമ്മാവന് അലമാരിന്ന് താക്കോൽ എടുക്കാൻ കയറിയിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി ഒക്കെ കണ്ട മുട്ട് പറക്കേടാ. പക്ഷെ നാട്ടുകാർ പറയുന്ന അപ്പച്ചെ കണ്ട മുട്ട് പറയ്ക്കുന്നതാണല്ലോ. ഭയങ്കര ചീഞ്ഞ നാറ്റം. മീൻ്റെ അമ്മ ഇപ്പൊ അടിച്ച സാധനത്തിന്റെ പരിചിലിടാനെ കൊണ്ട് ഒരു പ്ലേറ്റ് ചേർത്തോട്ട് അടി. എന്തോ പരിചിലിടാൻ ഒരു പ്ലേറ്റ് ചേർത്തോട്ട് കൊണ്ട് ഈ വിഗ് എടുത്ത് മലർത്തിയിട്ട് അതിനകത്തിട്ട് പറഞ്ഞില്ല. ഞാൻ വിഗ് എടുത്ത് മാറ്റത്തില്ല. എന്റെ ആറ്റിറ്റ്യൂഡ് ഇല്ലാതാവും. ആറ്റിറ്റ്യൂഡോ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ത്രിസന്ധ്യ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഗൂരി പെരക്കകത്ത് വെച്ചിട്ട് മുറ്റത്തൂടെ ഇറങ്ങി ഒലാത്തരുതെന്ന്. ആ സരസ്വതി എന്തോ പറഞ്ഞോണ്ട് നടക്കുന്നേ അറിയാമോ? ഇവിടെ വേറെ ആരുണ്ടെങ്കിൽ രാത്രി വന്നു പോകുന്നുണ്ടെന്ന്. വിടത്തില്ല. നിങ്ങൾ ഒരു ചാൺ കയറ്റി വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. എന്തുവാ? ഒരു ചാൺ മുമ്പോട്ട് കയറ്റി വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. എടാ ഈ അപ്പച്ചി നീ കേക്കണം. നോക്കാ അതിർത്തി ഇതാണോ? ഞാൻ എവിടാണ് വേലി വെച്ചേക്കുന്നത്? ഇത് പണ്ടത്തെ അതിർത്തി, ഇതല്ല ഒറിജിനൽ അതിർത്തി. ഒറിജിനൽ അതിർത്തി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് നിന്റെ കൂടെ വരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് എന്റെ വസ്തു, എനിക്ക് തെളിയിക്കണം. ഇത് 2016 റീസർവ് കിട്ട കല്ലായി. പക്ഷെ ഞാൻ ഇന്നലെ അരി അരച്ചപ്പോ കിട്ടിയ അല്ല ഇത്. ആണോ? എന്നാ അതിനപ്പുറത്തുണ്ട്. വാ. ഇതാണോടാ? ഇത് ഞങ്ങളുടെ അപ്പൂപ്പൻ ജീവിച്ചിരുന്ന കാലത്തോടെ കൈത്തോടാ. ഇതുവഴിയാണ് ഞങ്ങൾ പണ്ട് ചാടിക്കടന്നത്. ഇതാണ് അതിരിതാ. പ്രമാണത്തിനകത്ത് ഇതൊക്കെ മുങ്ങിപ്പോയതൊക്കെ നീ എവിടായിരുന്നു? നീ മറ്റേ ചക്കണാപ്പറമ്പില് അതാണ് പറഞ്ഞത്. ഇതോ പറ്റത്തില്ല, ഇത് പറ്റത്തില്ല, ഇതല്ല അതിര്. നിങ്ങൾ വെറുതെ കള്ളത്തിന് പറയാ അപ്പച്ചി. അപ്പച്ചി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പച്ചി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പച്ചി ഞാൻ കണ്ടു. ഇതുവഴി വേണ്ട ഒരു കൈവഴി ഉണ്ടായിരുന്നു. ഇതുവഴി പോട്ട് ഇങ്ങനെ പറഞ്ഞു. പല വഴക്കും ഞാൻ കണ്ടിട്ടുണ്ട്. സറൗണ്ട് സിസ്റ്റത്തിലുള്ള വഴക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇനി ഞാൻ പറയണായിരിക്കും ഒരു കാര്യം. വെള്ളെടുത്തോണ്ട് തന്നെ ഞാൻ ഇനി പറയണോ? എനിക്ക് വയ്യ ചെറുക്കനോട് മാറി കളിച്ച. കുടിക്ക്. നിനക്ക് വേണോടെ വെള്ളം? നീ കുടിച്ചതായോ? കൈ കഴുകിയിട്ട് കൊടുക്കണേ. മോനെ വിമലേ, എന്തുവാടാ വിഷയം?
ഞാൻ മീശ മുഖത്തെറിഞ്ഞ് ഒട്ടിച്ച് വെച്ചേക്കുന്നവനെ വിഷയം കണക്ക്. ഇത്ര നേരം 8 നാടും പൊട്ട ബഹളം ഉണ്ടാക്കി കൊല്ലും കൊലയും അല്ലാത്ത എല്ലാം നടന്നിട്ടും ഇപ്പൊ നിനക്ക് ചോദിക്കണം വിഷയം എന്താണെന്നില്ലയോ? ഇത്ര നേരം നിങ്ങൾ മിണ്ടിയോ? എടാ ആ, എനിക്ക് ഇവിടെ ഒച്ചയില്ല. അതല്ലെന്ന് അച്ചി വീട്ടിൽ വന്ന് പൊറുക്കുന്ന എച്ചിയല്ലയോ ഞാൻ. അതെന്തൊരു വർത്തമാനമാ അത്. സ്വന്തം അനന്തരവന്റെ മുമ്പിൽ ചെന്നെ നാളെ കെടുത്തില്ലയോ? നിങ്ങളെ ഞാൻ ഈ വീട്ടിൽ അങ്ങനെയാണോ ഞാൻ വളർത്തുന്നത്? നിങ്ങളെ ഞാൻ അങ്ങനെയാണോ വളർത്തുന്നത്? നിങ്ങൾ എന്താ വർത്തമാനം പറഞ്ഞത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഞാൻ വരുത്തുന്നുണ്ടോ? ഇതെന്താ പരിപാടിയായത് സംഭവം? നീക്കില്ലട പറഞ്ഞേ ഞാനാ നിന്റെ അമ്മയെ വളച്ചോണ്ട് പോയത്. ഇപ്പൊ ഇവിടെ എന്നെ വളച്ചോണ്ടിരിക്കുന്നു. ഇതേ ഭാര്യയെ പറയുന്നത് കേട്ട് ഇങ്ങനെ പഴം പിഴിഞ്ഞോളം നിന്നാ പോരാ, തിരിച്ചെന്തോലും പറയാൻ പഠിക്കണം കൊണ്ട്. നിനക്കും എനിക്കും അറിയാത്ത ഒരു ഡിഗ്രി ഇവക്കുണ്ട്. എന്തോ ഡിഗ്രി? ബികോം കുശുംബ. അത് ശരി. പക്ഷെ വേറെ കാര്യമുണ്ട്, അമ്മാവനെ ഭയങ്കര ഇഷ്ടമുള്ള ആളാ അമ്മായി. എന്താ? അത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മാവന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ അമ്മാവൻ പണിക്ക് പോകുമ്പോ ആ സർവ്വസമയം കണ്ടോണ്ടിരിക്കാനല്ലേ അത്? അതിനൊന്നും അല്ല. ഞാൻ രാവിലെ പണിക്ക് ഇറങ്ങി പോകുമ്പോ തുടങ്ങുമ്പോൾ ഇവള് എന്നോട് വഴക്കുണ്ടാക്കും. ഞാൻ പോയി കഴിയുമ്പോ ആ പ്രതിമയോട് ഇവള് വഴക്കുണ്ടാക്കും. വൈകിട്ട് ഞാൻ പണി കഴിഞ്ഞ് വരുന്നിട്ടാണ് ആ വഴക്ക് ഇവള് അവസാനിപ്പിക്കുന്നത്. ആഹാ, അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അല്ലെങ്കിൽ രാവിലെ തുടങ്ങിയ വഴക്കിന്റെ കണ്ടിന്യൂറ്റി കട്ടായി പോകുമെന്ന് പറഞ്ഞോണ്ട്. അത്രയ്ക്ക് ഭീകരയാണോ? അത്രയ്ക്ക് ഭീകരയാണെന്നോ? ഇവിടെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്താലും നമുക്ക് കുറ്റമോ? കഴിഞ്ഞിടയ്ക്ക് പാണ്ടിക്കാരൻ അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു നിക്കർ മാറ്റാൻ അത് തിളങ്ങുന്ന ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കർ ഞാൻ കണ്ണാടിയാലും മാറി ഗ്ലാസ്സിലോട്ടിച്ച് വെച്ചു. ഇപ്പോൾ അത് കണ്ടിട്ട് ആ സ്റ്റിക്കറും വലിച്ചു കീറി, എന്റെ നിക്കറും വലിച്ചു കീറി. അത് ശരി. ഇത് കണ്ടോ? ഉണ്ടല്ലോ. നിക്കറല്ലത്. പിന്നെ ഇവിടെ എലാസ്റ്റിക് മാത്രമേ ഉള്ളൂ സംഭവം. നീ വെട്ടായിരുന്നപ്പോ കണ്ടായിരുന്നു ഞാൻ. എലാസ്റ്റിക്. ഇത്രയും നേരം നിങ്ങൾ എന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഈ കുറ്റം പറഞ്ഞോണ്ടിരുന്നേ അവനാ വരി നമ്മുടെ ചെറുക്കനല്ലേ, അവനാ വേലി വിളിച്ചിട്ട് അവൻ കാറത്തിന് പോട്ടെ. ഈ വത്സല ജീവിച്ചിരിക്കുമ്പം അവൻ കാറും എടുക്കത്തില്ല, ഈ വേലി പൊളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. എന്തോ ചെയ്യും നിങ്ങൾ? ഒരു കാര്യം ചെയ്യേ, നീ 36 കൊല്ലത്തിന് ശേഷം നിന്റെ മുഖത്ത് നോക്കി ഞാനൊരു വർത്തമാനം പറയാൻ പോവാണ്. നീ കണ്ണുരുട്ടി പേടിപ്പിക്കല്ലേ. എടാ ആ വഴി വെട്ടടാ. മറ്റേ വഴി വഴി അയ്യോ ചേട്ടാ പൊക്ക് പൊക്ക്. നടുവേ എവിടെ കൊണ്ട് നടാനെ കൊണ്ട് എന്താ പറ്റി? നോക്കിക്കാതെ ഒരു വണ്ടി വിളിക്കേട്ടാ. നോക്കിക്കാതെ വണ്ടി വിളിക്കാനോ? വണ്ടി എന്നിട്ട് വിളിക്കുന്ന നമ്മുടെ കുഞ്ഞിന്റെ വണ്ടി ഇവിടെ കിടക്കില്ല. മോനെ പോയി കാർ എടുത്തോണ്ട് വേണം, നമുക്ക് ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവും. അത് വേണ്ട. ഇത്ര നേരം ചെറുക്കനെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വണ്ടിക്കകത്ത് കയറുന്നത്. നിന്നെ പോലുള്ള ആൾക്കാര് അയലക്കത്തുകാർ വണ്ടി വാങ്ങി ഇതുപോലെ വേലി കെട്ടി വെച്ചിട്ട് അതിനെ കയറ്റത്തില്ല. നീ ഒരു കാര്യം ഓർത്തോണം, നമുക്കെന്തോ ആപത്ത് വരുമ്പോ അയലക്കത്തുകാർ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കാണത്തുള്ളൂ. ഓർത്തോണം കൂടി വത്സലേ. നീ സത്യം പറഞ്ഞോണ്ടിരിക്കാതെ ആ ചെറുക്കനോട് പെട്ടെന്ന് കാർ എടുത്തോണ്ട് വരാൻ പറ, എന്റെ നടു ശരിയാക്കാന്. ഈ വത്സല നിന്റെ നടുവല്ല ശരിയാക്കേണ്ടത്, നിന്റെ നാക്ക് ആദ്യം ശരിയാക്കേണ്ടത്. അതിന് വർത്തമാനം പറയുന്നത് ആ ചെറുക്കൻ പുതിയ കാർ പോലല്ലോ മേടിച്ചത്, സെക്കൻഡ് ഹാൻഡ് അല്ലയോ? എവിടെ നന്നാവാൻ വേണ്ടിയാടാ ഇത്? നീ അവിടെ കിടന്ന് കാറടി.